ആശുപത്രിയിൽ ആശിക്കുന്ന എല്ലാ മലയാളികളും അവരുടെ പേരിൽ ഇന്ന് ഇവിടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബിന്ദുവിന്റെ മരണം ഒരു ദുഃഖകരമായ മരണമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇതിന്റെ കാരണം ഒരു അപകടമല്ല, ഇതിന്റെ കാരണം അപകട രാഷ്ട്രീയമാണ്. സംസ്ഥാന സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥ, അവരുടെ ക്രിമിനൽ നെഗ്ലിജൻസിന്റെ കാരണമാണ് ബിന്ദുവിന്റെ മരണം. ഇതിലാർക്കൊരു സംശയം ഉണ്ടാവാൻ പാടില്ല. 10:30 മണിക്ക് നടന്ന ആ കാര്യം 1:15 വരെ റെസ്ക്യൂ നടന്നില്ല. അത് എന്തുകൊണ്ട്? ഇവിടെ 2 മന്ത്രിമാർ ഇവിടെ വന്ന് ഒരു നാടകം, സർക്കാരിന്റെ ഇമേജ് രക്ഷിക്കാൻ ബ്ലോക്ക് ഓപ്പറേഷണൽ ആയിട്ടില്ല എന്ന് പറയുന്നു, ആർക്കും പരിക്കേറ്റില്ല എന്ന് പറയുന്നു, നുണ പറഞ്ഞ് 3 മണിക്കൂർ റെസ്ക്യൂ ഡിലേ ചെയ്തു. ഇതിനൊപ്പം PWD CPM-ന്റെ മരുമകന്റെ ഡിപ്പാർട്ട്മെന്റ് PWD കെട്ടിയ ഒരു കെട്ടിടമാണത്. അപ്പൊ ഒരു അന്വേഷണം വേണ്ടേ? ഇത് ആര് ചെയ്ത അനാസ്ഥയാണെന്ന്, ഇത് ആരുടെ നെഗ്ലിജൻസ് ആണെന്ന് നടക്കണം. അന്വേഷണം വേണം. ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി വാസവൻ സാറ് TV ഇന്റർവ്യൂവിൽ പറയുന്നു, ഞങ്ങൾ ഇത് ഈ വേട്ടയാടാൻ സമ്മതിക്കില്ല എന്ന്. അദ്ദേഹത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഇന്ത്യ രാജ്യത്തിന്റെ ഒരു കേരള നാടാണ്. ഇവിടെ ജനാധിപത്യ സംവിധാനം നടക്കുന്ന നാടാണ്. ഇവിടെ ജനങ്ങൾക്ക് അവകാശമുണ്ട് ചോദിക്കാനും, മന്ത്രിയുടെ ഉത്തരവാദിത്വത്തിനെ കുറിച്ച് ചോദിക്കാൻ അവകാശമുണ്ട്. ഞങ്ങളെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. DYFI ഇറങ്ങും. BJP DYFI കണ്ടുപേടിക്കുന്ന പാർട്ടിയല്ല. ലോകത്തിന്റെ ഏറ്റവും വലിയ പാർട്ടിയാണ്, രാജ്യത്തിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. DYFI ഇറങ്ങിയാലും അതിന്റെ മാനേജ് ചെയ്യാൻ തന്ത്രങ്ങൾ ഞങ്ങളറിയാം. അപ്പോ ഈ അന്വേഷണം നടക്കണം. ഇതിന് പിന്നിൽ ആരുടെ കുറ്റാണ് കണ്ടുപിടിക്കണം. വെറുതെ വിടില്ല. ഇത് NDA BJP തീരുമാനിച്ചു കഴിഞ്ഞു. ബിന്ദുവിന്റെ കുടുംബത്തിന് നീതി നൽകണം. നീതി നൽകണ വരെ ഞങ്ങൾ സമരം ചെയ്യും. 2 മന്ത്രി 3 മന്ത്രിമാര് ആരാണ് ഈ കുറ്റം, ആരുടെ കുറ്റമാണിത് കണ്ടുപിടിച്ചിട്ട് മാത്രമേ ഈ സമരം ഞങ്ങൾ പിൻവലിക്കുള്ളൂ. ഒന്നത്. രണ്ടാമത്തെ പറയാനുള്ളത് ഇതാണ്, പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടി, അവരുടെ ചുമതല എന്താണ്? 9 കൊല്ലം പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഇന്നുവരെ ഹെൽത്ത് ആൻഡ് വെൽഫെയർ കമ്മിറ്റിയിലോ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലോ ആരോഗ്യ മേഖലയെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? ഈ തകർന്ന് ഇരിഞ്ഞു കിടക്കുന്ന ഈ ആരോഗ്യ മേഖലയിൽ അതിനെക്കുറിച്ച് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എല്ലാ കൊല്ലം ബഡ്ജറ്റിന്റെ സമയത്ത് ഡിമാൻഡ് ഫോർ ഗ്രാന്റ്സ്, ആരോഗ്യമന്ത്രി ഡിമാൻഡ് ഫോർ ഗ്രാന്റ് ചോദിക്കുമ്പോൾ അസംബ്ലിയിൽ ആരോഗ്യ മേഖലയെ കുറിച്ച് കോൺഗ്രസ്സുകാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരു ചർച്ച നടത്തിയിട്ടുണ്ടോ? ഇല്ല. ഇവര് തമ്മിൽ ഒരു ഫിക്സ്ഡ് മാച്ചാണ്. ഇന്ത്യ അലയൻസിന്റെ 2 പാർട്ടികളാണ് കോൺഗ്രസും CPM-ഉം. രാജ്യത്തിൽ എല്ലായിടത്തും ഒരു അലയൻസിലും ഇലക്ഷൻ മത്സരിക്കുന്ന 2 പാർട്ടികളാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് ഒന്നും ചോദിക്കാത്തത്. അപ്പോ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ചുമതല എന്ന ഒരു വാക്കും ഒരു കാര്യവും ബഹുമാനപ്പെട്ട വാസവൻജിയും വീണാർ ജോർജും മറന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപദേശം അത് പഠിക്കാനും, കഴിഞ്ഞ 9 കൊല്ലം മുമ്പേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിലില്ലാത്ത സമയത്ത് കുറെ ഉപദേശം കൊടുത്തിരുന്നു അന്നത്തെ സർക്കാരിന്. അദ്ദേഹം പറഞ്ഞതെന്താണ്? ജനങ്ങൾക്ക്
പറ്റുന്നില്ലെങ്കിൽ രാജിവെക്കണം. അദ്ദേഹം അന്ന് പറഞ്ഞ കാര്യമാണത്. അത് ഇന്നും നടക്കില്ലേ? നടക്കണ്ടേ? രാജിവെക്കണം. അത് നിർബന്ധമാണ്. ഈ അന്വേഷണം കഴിയണവരെ ഈ 2 മന്ത്രിമാരും രാജിവെക്കണം. അത് ഞങ്ങളുടെ ഡിമാൻഡാണ്. ഇന്ന് ഞങ്ങൾ 3 ഡിമാൻഡ് മുമ്പോട്ട് വെക്കുന്നു. ഒന്ന്, ബിന്ദുവിന്റെ കുടുംബം അവർക്കൊരു 25 ലക്ഷം മിനിമം കോമ്പൻസേഷൻ കൊടുക്കണം. ബിന്ദുവിന് മോന് സർക്കാർ ഒരു ജോലി കൊടുക്കണം. ഈ ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണം, ഇവിടെ ആരാണ് ക്രിമിനൽ നെഗ്ലിജൻസ് ചെയ്തത്, ഏത് മന്ത്രിയാണ്, അത് PWD ആണോ, അത് ആരോഗ്യമന്ത്രിയാണോ, 2 ആളാണോ, അതിന്റെ ഒരു അന്വേഷണം നടക്കണം. അത് ഞങ്ങളുടെ 2ാമത്തെ ഡിമാൻഡ്. 3ാമത്തെ ഡിമാൻഡ്, നാടിന്റെ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രിന്റെ ഒരു ഓഡിറ്റ് പെട്ടെന്ന് നടത്തണം. അത് സർക്കാർ ചെയ്തില്ലെങ്കിൽ BJP NDAന്റെ ഒരു ടീം എല്ലാ ജില്ലയിലും ജില്ലാ ആശുപത്രിന്റെ ഓഡിറ്റ് ഞങ്ങൾ നടത്തി അതിന് പബ്ലിഷ് ചെയ്യും. അപ്പോ ഇത് ഒരു നിസ്സാരം ഒരു രാഷ്ട്രീയ ഒരു ഇവന്റ് അല്ല. ബിന്ദുവിനും നീതി നൽകാനും ആരോഗ്യ മേഖലയെ കുറിച്ച് ജനങ്ങളെ ഈ CPM കോൺഗ്രസ് ചെയ്ത വഞ്ചനയും അതിനെക്കുറിച്ച് മുമ്പോട്ട് വയ്ക്കാനാണ് BJP NDA ഇറങ്ങിയിരിക്കുന്നത്. അത് നടക്കണ വരെ ഞങ്ങൾ സമരം ചെയ്യും. ഇത് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭാരത് മാതാ കി, ഭാരത് മാതാ കി.